നമസ്കാരം. ഇനിയും പറയാനേറെയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കഥകൾ. ലിഫ്റ്റ് ഉണ്ടാക്കിയ മുഖ്യമന്ത്രി, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ മുഖ്യമന്ത്രി, അങ്ങനെ ലക്ഷങ്ങൾ പൊടിച്ച് ക്ലിഫ് ഹൗസിൽ വിലസുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇനി പറയാൻ മറ്റൊന്നുകൂടിയുണ്ട്. അതായത് ഏകദേശം കഴിഞ്ഞ ഏഴര കൊല്ലമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലാണ് താമസിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അങ്ങനെ താമസിച്ചു വരികയാണ്. പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം സുഖലോലുപനായി കഴിയുന്ന ഇടമാണത്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതിനു മുൻപ് ഇത്രയും കാലം ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ താമസിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കാലയളവിനിടെ ക്ലിഫ് ഹൗസിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ചെലവിട്ടത് എത്ര കോടികളാണ്. ആദ്യം ഈ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി വലിയ വാർത്തകളുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ തൊഴുത്തു പണിതു, പശുക്കളെ കൊണ്ടുവന്നു, അതിലടക്കം വലിയ കോടികൾ നഷ്ടം സംഭവിച്ചു. പലപ്പോഴും ഇത്തരത്തിൽ സംഭവിക്കാറുമുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ വസതിയിലെ തൊഴുത്തുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ തൊഴുത്ത് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയായി, ഏറെ വിമർശനങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നു. അത്തരത്തിലൊരു സാഹചര്യവും ഇടയാക്കിയിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ക്ലിഫ് ഹൗസിൽ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ കൂടി വരുന്നുണ്ട്. അത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണല്ലോ ഈ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത്. ആ ക്ലിഫ് ഹൗസിൽ ഏകദേശം 5.92 ലക്ഷം രൂപ മുടക്കി പുതിയൊരു വാട്ടർ ടാങ്ക് നിർമ്മിക്കുവാനാണ് അടുത്ത പുതിയ ശ്രമം. 6 ലക്ഷം രൂപ മുടക്കി ഒരു വാട്ടർ ടാങ്ക്. ഇതിനായിട്ട് ഇപ്പോൾ സർക്കാർ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ടെൻഡർ ക്ഷണിച്ച് ആ ടെൻഡറിൻ പ്രകാരം 6 ലക്ഷം രൂപ മുടക്കി ഒരു വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ പോകുന്നു. പരിശോധനയ്ക്കിടെയാണ് വെള്ളത്തിന് ആവശ്യത്തിന് ശക്തിയില്ല എന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ശക്തിയില്ലാത്ത വെള്ളം വരുന്നത് കൊണ്ട് തന്നെ അതിനൊരു പ്രതിവിധി എന്ന് പറയപ്പെടുന്നത് പുതിയ ടാങ്ക് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലൊരു പുതിയ ടാങ്ക് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ 6 ലക്ഷം രൂപ അതിന് വേണ്ടി വരുന്നു. മുഖ്യമന്ത്രിയും സമ്മതം മൂളിയതോടുകൂടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ആരും നോക്കിയില്ല. അത്തരത്തിലുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പോലും ക്ലിഫ് ഹൗസിൽ വെള്ളം വേണമല്ലോ. അതുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് അറ്റകുറ്റപ്പണിക്ക് തീരുമാനമുണ്ടാക്കുന്നു. 5.92 ലക്ഷം രൂപ ചിലവഴിച്ച് അത് ചെയ്യാൻ പോകുന്നു. മന്ത്രിമന്ദിരങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റകുറ്റപ്പണി ഇപ്പോൾ നടക്കുന്നത് ക്ലിഫ് ഹൗസിലാണ് എന്ന് തന്നെ പറയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കോടികളുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഈ ക്ലിഫ് ഹൗസുമായിട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ക്ലിഫ് ഹൗസിൽ നടത്തിയ ഈ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ അതിൻ്റെ തുകയടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വെറുതെ വിശകലനം നടത്തിയാൽ ആ ലിഫ്റ്റ് നിർമ്മാണത്തിന് മാത്രം 25 ലക്ഷം രൂപ, കാലിത്തൊഴുത്തിന് മാത്രം 42.50 ലക്ഷം, ചാണകക്കുഴിക്ക് 3.72 ലക്ഷം, ടോയ്ലറ്റിന് 3.79 ലക്ഷം, സുരക്ഷ കൂട്ടാൻ 39.54 ലക്ഷം, ടാറിങ്ങിന് 1.55 ലക്ഷം. ഇനി CCTV നിർമ്മിച്ചതിനാണെങ്കിലോ 15.89 ലക്ഷം, മഴക്കാല വൃത്തിയാക്കൽ 1,69,000 രൂപ, ജനറേറ്ററിന് 6 ലക്ഷം രൂപ, ബാരക്കിൻ്റെ പണിക്ക് 72,46,000 രൂപ, മരച്ചില്ല മുറിച്ചു മാറ്റുന്നതിന് 1,77,000 രൂപ. ഇനി ഗാർഡുമാരുടെ അലമാരയ്ക്ക് 1,39,000 രൂപ. ഇത് പോരാതെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതിന് 3.5 ലക്ഷം രൂപ, നടപ്പാതയുടെ നിർമ്മാണത്തിന് 13.62 ലക്ഷം രൂപ, കർട്ടൻ 7 ലക്ഷം രൂപ, പെയിൻറ്റിങ്ങിന് 10.70 ലക്ഷം രൂപ. ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് നിർമ്മാണം നടക്കുന്നത്. പഴയ കെട്ടിടമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. ഈ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു മറുവാദം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം ക്ലിഫ് ഹൗസിലെ താമസം സുരക്ഷിതമാണോ എന്ന ചോദ്യവും അടുത്തിടെയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. കാരണം ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീണാലോ. എന്ത് രാജകീയ പ്രൗഢി ഉണ്ടെങ്കിലും ഏകദേശം 81 വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ നമ്മുടെ ഈ പാവപ്പെട്ട മുഖ്യമന്ത്രി താമസിക്കുകയല്ലേ. അപ്പോൾ ചോദിക്കണ്ടേ, സുരക്ഷിതമാണോ അവിടെ വന്ന്? സുരക്ഷിതമല്ല എന്ന് വിവിധ സർക്കാർ വകുപ്പുകൾ തന്നെ അടുത്തിടെയായിട്ട് വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലൊരു വിധി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പക്ഷേ എന്തായിരിക്കും ഇനി മുമ്പിൽ സംഭവിക്കാൻ പോവുക? ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ പോവുകയാണ്. ആ യോഗത്തിന് പോലും ക്ലിഫ് ഹൗസിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലപ്പോൾ ഇത് പൊളിച്ചു പണിതേക്കാം കേട്ടോ. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ക്ലിഫ് ഹൗസിനെ തീർത്തും ഇടിച്ച് പുതിയൊരു ക്ലിഫ് ഹൗസ് ഉണ്ടാക്കിയേക്കാം. തീർത്തും ദുർബലമായ അവസ്ഥയിലാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നന്തങ്കോട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഈ ക്ലിഫ് ഹൗസ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. അടുത്തിടെയൊക്കെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം 81 വർഷം മുൻപ് അതിൻ്റെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ
വലിയ ബുദ്ധിമുട്ടാണ് അവിടെ. വൈദ്യുതിക്കും വെള്ളത്തിനുമുള്ള കണക്ഷനുകൾ മാത്രമല്ല, കെട്ടിടം ആകെയും ഈ പഴക്കം ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ എന്താണ് ഇനി ചെയ്യാൻ കഴിയുക? അവിടെ ഈ തടി കൊണ്ട് പണിതിട്ടുള്ള തറയുണ്ട്, അതിൻ്റെ തട്ടുമൊക്കെ പലയിടത്തുമൊക്കെ പൊളിഞ്ഞിളകി കിടക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ്. ഇതുകൊണ്ടുള്ള ഒരു അപകട സാധ്യത എന്ന് പറയപ്പെടുന്നത് വലുതാണ്. അത് ചിലപ്പോൾ പിണറായി വിജയന് സഹിക്കാൻ കഴിയുന്നതായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ അപകട സാധ്യത ഉണ്ടാക്കുന്ന വൈദ്യുത കണക്ഷനുകൾ അടക്കമുണ്ട്. സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ടിയിട്ടുള്ള ELCB സംവിധാനം അത് പക്ഷേ ഇതുവരെയും ക്ലിഫ് ഹൗസിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ എന്തു സംഭവിക്കും? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ വൈദ്യുതി സ്വയം ഓഫാകില്ല. അതുകൊണ്ട് തന്നെ ഈ വീട് മുഖ്യമന്ത്രിക്ക് സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് വിലയിരുത്തൽ. സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇത് ക്ലിഫ് ഹൗസ് ഇടിച്ചു പൊളിച്ചേക്കാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ ഈ ക്ലിഫ് ഹൗസ് പൊളിച്ചു പണിയാൻ ഒരു ശുപാർശ ഉണ്ടായിരുന്നു. കാരണം ഇത്രയൊക്കെ രാജകീയ പ്രൗഢിയൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 81 വർഷത്തെ പഴക്കമുള്ള കെട്ടിടത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രിമാരൊക്കെ താമസിക്കുന്നത് എന്ന് പറയുന്നത് അവർ സുരക്ഷിതരല്ല എന്നുള്ളതാണ് കേട്ടോ. കൂടുതൽ മോശമായ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും നടത്താറുള്ള ഒരു പീരിയോഡിക് ഇൻസ്പെക്ഷൻ ഉണ്ടല്ലോ, ആ അത്തരത്തിലുള്ളൊരു ഇൻസ്പെക്ഷനിലാണ് ഇത്തവണ ക്ലിഫ് ഹൗസിനെ വിശദമായിട്ടൊന്ന് പരിശോധിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പൊളിച്ചു പണിയുകയാണ് പോംവഴി എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു റിപ്പോർട്ട് കൂടി കിട്ടിയ സാഹചര്യത്തിൽ അടുത്തത് ക്ലിഫ് ഹൗസ് പൊളിക്കലായിരിക്കും. സംസ്ഥാന നഗരാസൂത്രണ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ ഈ തിരുവനന്തപുരത്തെ പൈതൃക പദവിയുള്ള കെട്ടിടങ്ങളുടെ പട്ടികയിലാണ് ഇപ്പോഴും ക്ലിഫ് ഹൗസ് ഉള്ളത്. അപ്പോൾ 81 വർഷം പഴക്കം ചെറുതല്ല. തിരുവനന്തപുരത്തെ പല കൊട്ടാരങ്ങളടക്കം ഈ പട്ടികയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും പൊളിക്കാനും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് തന്നെ. EMS നമ്പൂതിരിപ്പാടായിരുന്നു ആദ്യമായി ക്ലിഫ് ഹൗസിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്നത്. K. കരുണാകരനാണ് ഈ ക്ലിഫ് ഹൗസ് വളപ്പിൽ നീന്തൽക്കുളം നിർമ്മിച്ചത്. അന്ന് നീന്തൽക്കുളം നിർമ്മിച്ചപ്പോൾ ഈ ഇടതുപക്ഷം വല്ലാതെ അദ്ദേഹത്തിനെ കയറി ചൊറിയുകയുണ്ടായി. ഇന്ന് ആ നീന്തൽക്കുളത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കെ കുറച്ചു കാലം ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയൊക്കെ ഈ സ്വന്തം വീടുകളിലാണ് താമസിച്ചിരുന്നത്. അതിനുശേഷമായിരുന്നു അവരെല്ലാവരും ക്ലിഫ് ഹൗസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. എല്ലാവരും പിന്നെ മുഖ്യമന്ത്രിമാരെല്ലാം ഈ ക്ലിഫ് ഹൗസിനെ തന്നെയാണ് ഔദ്യോഗിക വസതിയായി തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുക്കലിലാണ് എത്രയോ മുഖ്യമന്ത്രിമാർ ഇവിടെ താമസിച്ചിരുന്നു. VS അച്യുതാനന്ദൻ, EK നായനാരൊക്കെ ഇവിടെയാണ് ഈ ക്ലിഫ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. ക്ലിഫ് ഹൗസ് വളപ്പ് അടക്കം ഏകദേശം 4.2 ഏക്കർ വലിപ്പത്തിലുള്ള ഒരു സ്ഥലമാണ്. ക്ലിഫ് ഹൗസിന് പുറമേ തന്നെ മറ്റ് 4 മന്ത്രിമന്ദിരങ്ങൾ കൂടി ഈ ക്ലിഫ് ഹൗസിൻ്റെ വളപ്പിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഉഷസ്, അശോക, നെസ്റ്റ്, പൗർണമി എന്നീ മന്ത്രിമന്ദിരങ്ങളാണ് ഈ ക്ലിഫ് ഹൗസിൻ്റെ വളപ്പിൽ ഉള്ളത്. ക്ലിഫ് ഹൗസുമായി ചേർന്നിട്ട് ഏകദേശം 4ഓളം വരുന്ന മന്ത്രിമന്ദിരങ്ങൾ കൂടിയുണ്ട്. ഈ 2 നിലകളുള്ള ക്ലിഫ് ഹൗസ് നമ്മുടെ പരമ്പരാഗത കേരള വാസ്തുശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമാവുന്നത്. ഇംഗ്ലീഷ് വാസ്തുശില്പരീതിയുടെ വളരെ ചെറിയൊരു സ്വാധീനം അത് ഈ കെട്ടിടത്തിൽ കാണാൻ കഴിയും. ഏകദേശം 15,000 ചതുരശ്ര അടിയാണ് ഈ വീടിൻ്റെ വിസ്തീർണം എന്ന് പറയപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ രാജഭരണകാലത്ത് ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള ദിവാൻ പേഷ്കാരുടെ, അതായത് നമ്മൾ പറയുന്ന സംസ്ഥാന സെക്രട്ടറി എന്ന് പറയാറില്ല, ആ അത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക വസതിയായിരുന്നു ഈ ക്ലിഫ് ഹൗസ് എന്ന് പറയപ്പെടുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലിഫ് ഹൗസ് പണിയിക്കപ്പെട്ടത് തന്നെ. അതായത് തിരുവിതാംകൂർ ദേവസ്വം ഓഫീസ് അത് നന്തങ്കോട് സ്ഥാപിക്കാൻ തീരുമാനം എടുത്തതിനാൽ തന്നെ അതിൻ്റെ പേഷ്കാരുടെ ഔദ്യോഗിക വസതി എന്ന് പറയപ്പെടുന്നത് അതിനടുത്ത് വേണമല്ലോ. അതിനടുത്താകണമെന്ന് തീരുമാനിക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ക്ലിഫ് ഹൗസിൻ്റെ നിർമ്മാണം ഈ നന്തങ്കോട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിർമ്മിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഈ കെട്ടിടത്തെയും അല്ലെങ്കിൽ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളുമൊക്കെ ഇതിൻ്റെ വളപ്പുമൊക്കെ ഏറ്റെടുക്കുകയും ഇതൊരു സംസ്ഥാന അതിഥി മന്ദിരമായി മാറ്റിയെടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. 1956 ഇത് മന്ത്രിമന്ദിരമായിട്ട് മാറുന്നത്. 57 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ ആദ്യ മുഖ്യമന്ത്രിയായിട്ട് EMS എത്തുന്നു. EMS നമ്പൂതിരിപ്പാടാണ് ഈ വീടിൻ്റെ സ്ഥാനത്തിനുള്ള മെച്ചം ചൂണ്ടിക്കാട്ടുകയും ആ മെച്ചം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തിരുക്കൊച്ചി മുഖ്യമന്ത്രിമാർ
അവരുടെ ഔദ്യോഗിക വസതിയായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കണം. അന്ന് അവരുപയോഗിച്ചിരുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ റോസ് ഹൗസാണ്. ആ റോസ് ഹൗസിന് പകരം തൻ്റെ ഔദ്യോഗിക വസതിയായി തിരഞ്ഞെടുക്കുന്നത് EMS ഈ ക്ലിഫ് ഹൗസ് ആയിരുന്നു. ആ ക്ലിഫ് ഹൗസാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും 81 വർഷങ്ങൾക്ക് ശേഷം 81 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു കെട്ടിടമാണ്. തനിമ ഒട്ടും ചോർന്നു പോകാതെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നും നിലനിൽക്കുന്നു. അനന്തപുരത്ത് അത്തരത്തിലുള്ള പലതരത്തിലുള്ള കൊട്ടാരങ്ങളുണ്ട്. ആ കൊട്ടാര സദൃശമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് ക്ലിഫ് ഹൗസ് എന്ന് പറയപ്പെടുന്നത്. അത്തരത്തിൽ കൊട്ടാര സദൃശമായ വീടാണെങ്കിൽ കൂടിയും പഴമ കൊണ്ട് ദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പുതിയ വാദങ്ങൾ. പക്ഷേ ഞാനൊരു കണക്ക് നിർത്തിയിരുന്നല്ലോ, കോടിക്കണക്കിന് രൂപയാണ് ഈ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ടിട്ട് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് തൊഴുത്തിനും ചാണകക്കുഴിക്കും ലിഫ്റ്റിനും നീന്തൽക്കുളത്തിനും എന്ന് പറഞ്ഞിങ്ങനെ പലതരത്തിൽ നമ്മൾ കോടികൾ ചിലവഴിക്കുന്നതിന് പകരം മൊത്തത്തിൽ 81 വർഷം ആയി നിലകൊള്ളുന്ന ഇത്തരത്തിൽ പഴകിപ്പോയ ഒരു കെട്ടിടത്തെ അവിടെ മുഖ്യമന്ത്രിമാർ താമസിക്കുന്നതിൽ സ്വാഭാവികമായിട്ടും സുരക്ഷിതമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ പൊളിച്ച് പുതിയ നിർമ്മിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലാതെ കാലാകാലങ്ങളിൽ വർഷാവർഷങ്ങളിൽ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് പാഴാക്കി നമ്മുടെ ഖജനാവിൽ നിന്ന് പണം ഇങ്ങനെ ചിലവഴിച്ച് കളയേണ്ട കാര്യമുണ്ടോ? അതൊരു ധൂർത്തിൻ്റെ ഭാഗമാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അവിടെ താമസിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്നത് ഈ തൊഴിലാളി പാർട്ടിയുടെ മുഖ്യമന്ത്രി കൂടി ആകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഒന്നുകിൽ ഇതിനെ പൊളിച്ചു പണിയുക, അല്ലാതെ ഇങ്ങനെ കാലാകാലങ്ങളിൽ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ പൊളിച്ചു കളയുന്നത് ഒട്ടും ശാസ്യമല്ല, ആശാസ്യമായ കാര്യമല്ല എന്ന് പറയട്ടെ.